അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങിയതാണ്. MLA മാരുണ്ട്, കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒന്നാകെ ഒന്ന് ഇറങ്ങിയതാണ്. നല്ല റെസ്പോൺസാണ്. പൊതുവേ ജനങ്ങൾ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അതോടൊപ്പം ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, എന്നിട്ട് ഇതൊക്കെ പൊതുവേ ജനങ്ങൾ സർക്കാരിനോടൊപ്പമാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആ നിലയിൽ LDF-ന് നല്ല വിജയം, സ്വരാജിന് നല്ല ഭൂരിപക്ഷത്തോടെ കൂടിയുള്ള വിജയം ഉണ്ടാകും. അത് തന്നെയാണ് പ്രത്യേകത. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അറിഞ്ഞോ അറിയാതെയോ അങ്ങാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വിവാദ വിഷയങ്ങളിൽ ഒന്ന് മരുമകനിസം എന്നുള്ള തരത്തിലുള്ള പ്രചാരണം നടന്നു. അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല. ആഭ്യന്തര വകുപ്പ് കോൺഗ്രസിനോട് പറഞ്ഞു, വനം വകുപ്പ് വേണമെന്ന് പറഞ്ഞു. എങ്ങനെ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് നല്ല വിജയം ഉണ്ടാവും. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നു. അല്ല, അത് പറഞ്ഞല്ലോ, ലീഡർഷിപ്പ് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർന്നും ഇടതുപക്ഷം ഭരിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാന കാരണമായി മാറും. വെറുതെ ചിരിപ്പിക്കരുത്. ജയിക്ക് ഇതിനു മുൻപൊരു ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ട ആള് കൂടിയാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതുകൊണ്ട് താരതമ്യേന ഞങ്ങൾക്ക് ജോലി കുറഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് കേരളം അഭിമാനത്തോടുകൂടെ സഖാവ് സ്വരാജിനെ കേരള നിയമസഭയുടെ അംഗത്വത്തിലേക്കും അതുവഴി ഇടതുപക്ഷ ഭരണത്തിന്റെ തുടർച്ചയിലേക്കും കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. നിലവിൽ ഇതാ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ റോഡിൽ ഇറങ്ങി ആഘോഷം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും UDF-ന് ആത്മവിശ്വാസത്തോടുകൂടി ആഘോഷത്തിലേക്ക് കടക്കാവുന്ന ഒരു പോയിന്റിലേക്ക് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആര്യാടന്റെ ആറാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. തോറ്റു, വൃത്തിയായി 100%. 11,000-ലധികം വോട്ടിന് തോറ്റാ പിന്നെ തോറ്റു എന്നല്ലാതെ ജയിച്ചു എന്ന് പറയാം. കേരളം അഭിമാനത്തോടുകൂടെ സഖാവ് സ്വരാജിനെ കേരള നിയമസഭയുടെ അംഗത്വത്തിലേക്കും അതുവഴി ഇടതുപക്ഷ ഭരണത്തിന്റെ തുടർച്ചയിലേക്കും കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. അപ്പോൾ ഒരു ഗംഭീരമായ തോൽവിയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.